ഇനിയിപ്പോൾ നമുക്ക് വയനാട്ടിലേക്കാണ് പോകേണ്ടത്. നമ്മൾ ആദ്യം പോണ്ട അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുന്ന് മാനന്തവാടിയിലേക്കാണ് പോകുന്നത്. ചിലക്ക് ഇന്ന് ഇരുട്ടിയിൽ നമ്മൾ സ്റ്റേ ചെയ്യും. ജന്നെ ഒന്നും കൂടി ഹോസ്പിറ്റലിൽ കാണിക്കണം. അവിടെ കണ്ണിൽ ഭയങ്കരമായിട്ട് പീള കിടന്നുണ്ട്. അപ്പോൾ എല്ലാ സംഭവങ്ങളൊന്ന് ചോദിച്ചറിയാം. അതുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മാനന്തവാടി. ഓക്കെ, ബൈ. ഇന്ന് നമ്മൾ ശരിക്കും പെട്ടുപോയിടാം. കാരണം 11:45 ഇത്രയും നേരം ഇന്ന് സൈക്കിൾ ഓട്ടേണ്ടി വന്നു ഇത്തിരി തണലുള്ളൊരു സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഒരു ലബോറട്ടറി ചർച്ച് എന്നാണ് അവിടെ എഴുതി വെച്ചേക്കണത്. എന്താ സംഭവം എന്നുള്ളതൊന്നും കറക്റ്റ് അറിയില്ല. ഞാൻ എന്തായാലും എന്നെ കൽപ്പിച്ച് ഇങ്ങോട്ട് കയറി. ഞാനെങ്കിലും വന്ന് എന്തെങ്കിലും പറയുമെന്നൊന്നും അറിയില്ല. അവിടെ ചോദിക്കാനായിട്ട് ആരും കാണില്ല. നോക്കിയപ്പോൾ ഇവിടെ ഒരു റബ്ബറും തോട്ടം അവിടെ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അതാ വേഗം കയറി വന്നത്. ആ റബ്ബറും തോട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ടുള്ള ഓപ്ഷൻ കാണുന്നില്ല. പക്ഷെ എന്തായാലും ഇന്നിപ്പോൾ ഇരുന്നേ പറ്റുള്ളൂ. ഒരു 3 മണി വരെയെങ്കിലും അവിടെ ഇരുന്നില്ലെങ്കിൽ പണിവാളും. ജന്നയ്ക്കാണെങ്കിൽ ആ ചൂടൊട്ടും പറ്റുകയുമില്ല. ജന്ന ജന്ന കം അങ്ങാട് പോയി എന്നാവും നടക്കണ്ടായിരുന്നു. ജന്ന ജന ആള് വന്നിട്ടുണ്ട് കേട്ടോ. സുന്ദരി കുട്ടിയായില്ലേ. ഇപ്പോൾ നോക്കി ജന്നെ കാണാനായിട്ട് നല്ല ഭംഗിയായില്ലേ. ഹെയറൊക്കെ വെട്ടി. അടിയിരി ജന, കം സ്റ്റേ സിറ്റ്. ജന നോ സിറ്റ് സിറ്റ് ഡൗൺ ഡൗൺ. കുപ്പിയായില്ല. ഇതെനിക്ക് കുറച്ച് പിള്ളേർ മേടിച്ചെന്നാണ്ട കുടിക്കാൻ വേണ്ടിയിട്ട്. അതെ, നമ്മൾ പള്ളിയിൽ നിന്ന് പോവേണ്ട. അടിപൊളി സ്ഥലമായിരുന്നു. ചൂടൊരു ഇത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ വെയിൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജന്നയും കുറേ നേരം കിടന്നുറങ്ങി. ജന നോക്കി അവിടെ നോക്കിയേ ജന. ഓക്കെ, എല്ലാം പറഞ്ഞു. അതെ, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടിലേക്ക് 29 കിലോമീറ്ററും കൂടി ബാക്കിയുണ്ട്. ഇന്ന് എത്താൻ പറ്റുമെന്നൊരു ചെറിയ ഡൗട്ടില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ ആ ഫാമിലിയിൽ നിന്നും ഇറങ്ങിയേക്കുവാണ്. തന്നെയുണ്ട്. നമുക്ക് യാത്ര തുടങ്ങാനേ പറ്റുള്ളൂ. ഇന്ന് ഡേ 11 ആണ്. അപ്പോൾ 11ൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ വൈകുന്നേരം 4 മണിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അതായത് അധികം ദൂരം നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ആകെ ഒരു 12-22 കിലോമീറ്റർ മാത്രമേ പോകേണ്ട ആവശ്യമുള്ളൂ. ഒരു പട്ടീനെ അതിൻ്റെ പുറകിലുള്ളപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി ഒരു ഹോട്ടലെടുത്തപ്പോഴാണ്. തൃശ്ശൂർകാരനാണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ കാസർഗോഡ് വരെ പോയി. കാസർഗോഡ് നിന്ന് മലയോര ഹൈവേ വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വ്യത്യസ്തത തോന്നിയുകൊണ്ടാണ്. എവിടെയാണോ പോകുന്നത് അവിടെ കടന്നുറങ്ങി രാവിലെ പോകുന്ന രീതിയാണുള്ളത്. സാധാരണ ഒരുപാട് യാത്ര നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ സൈക്കിളിൽ പോകുന്നവർ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ പെറ്റ് ഡോഗിനെ കൊണ്ടാണ് പോകുന്നത്. ഇവിടെ സേവ് ചിൽഡ്രൻ ആശയമായി സ്കൂളുകളിലെല്ലാം കയറി ക്ലാസ്സുകളൊക്കെ കൊടുത്ത് അവരൊക്കെ സംസാരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും തിരുവനന്തപുരം വരെ എത്താനുള്ള വലിയ ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. എല്ലാവിധ ആശംസകളും നേരാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. ഞങ്ങൾ പാലക്കാട് ഇറങ്ങിയിട്ട് ആളിപ്പോൾ ആ പഞ്ചായത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പഞ്ചായത്തിലായിരുന്നു സ്വീകരണം കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നത്. അത് ഇവിടെ അടുത്തുള്ള ഒരു പാലം അത്യാവശ്യം എടുത്തിട്ട് പോകാം. ദിവസം കാണിച്ചത് കണ്ടല്ലോ. നല്ല അടിപൊളി വ്യൂ ആണ്. കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ, നല്ല റീല് കാര്യങ്ങൾക്കുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാം. അതെ, നമ്മളിവിടെ സൈക്കിൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് നോക്കിക്കഴിഞ്ഞാൽ കാണാല അടിപൊളി വ്യൂ ആണ്. ഇവിടെ മാത്രമല്ല അപ്പുറത്തെ സൈഡിലും. നമുക്ക് ഇനി പോകേണ്ടത് ആ മലയിലേക്കാണ് കേട്ടോ. നമുക്ക് ഈ ഇരുട്ടിയിലേക്ക് പോകണമെങ്കിൽ ആ മല ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അവിടെ നിന്ന് നേരെ വയനാടുക്ക്. ഹലോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ മണ്ണൂർ പാലം കേട്ടോ. മറ്റേ എയർപോർട്ട് റോഡിന് വേണ്ടി പണിതേക്കുന്ന പാലമാണ്. നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോയാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഇരുട്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. കയറിയിട്ടില്ല. സമയം സന്ധ്യ ആവാണ്. ജനുവരി ഈ റോഡ് ഇത്രയും ക്ലൈംബ് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ചോദിച്ചപ്പോഴും അറിയാൻ കഴിഞ്ഞത് ഫ്ലാറ്റ് റോഡാണെന്നാണ്. അതാണ് ഇത്തിരി ലേറ്റായിട്ട് ഇറങ്ങിയത്. പക്ഷേ എലവേഷൻ അത്യാവശ്യം ഉണ്ട്. ഇതിലേക്കില്ല,
അത് സമയം കൂടുതലെടുക്കുന്നുണ്ട്. ഹയർ ഗിയറുകളിലേക്കൊന്നും സൈക്കിൾ ചേഞ്ച് ചെയ്യാൻ പോലും പറ്റുന്നില്ല. പക്ഷേ റൂട്ട് അടിപൊളിയാണ്. കാരണം ഭയങ്കര ഫോറസ്റ്റ് ആംബിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ കണ്ടില്ലേ, എല്ലാം മറ്റേ ഉണങ്ങി കിടക്കുന്ന ഇതിലാണ്, പച്ചപ്പ് കുറവാണ്. പക്ഷേ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. എവിടേക്കെങ്കിലും സൈക്കിൾ കയറ്റി വെച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ട്. നമ്മളെ പറ്റി കഴിഞ്ഞാൽ എന്തായാലും എടുക്കും. നമ്മളെ നേരത്തെ നിന്ന ആ പുഴയുടെ ബാക്കി തന്നെയാണ് ഇവിടേക്ക്. പക്ഷേ ഇങ്ങനെ ലേക്ക് ഫീലാണ് ഇവിടേക്ക് നോക്കി അടിപൊളി ഒരു രക്ഷയില്ല. ഈ റൂട്ട് ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് ഉണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. അവിടേക്ക് ആളുകൾ ഇറങ്ങി കുളിക്കുകയും തുണി അലക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കതൊന്നും കാണുന്നില്ല. അങ്ങനെ നമ്മളിത് ഇരിട്ടിയിലാണ് ഇപ്പോൾ. ഇന്ന് എന്താ പറയുക, അടിപൊളി ദിവസമായിരുന്നു. പക്ഷെ ഇന്ന് നിസ്സാര കിലോമീറ്റർ ഉണ്ടായുള്ളൂ. 22 കിലോമീറ്റർ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അതെ, ജെൻ്റെ താഴെയുണ്ട്. അവര് നൈറ്റ് വാക്കിന് ഇറങ്ങിയതാണ്. പിന്നെ അവള് മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചില്ല. അപ്പോൾ എൻ്റെ ആപ്പിളിൻ്റെ ജ്യൂസ് പറഞ്ഞാൽ മേടിച്ചു കൊടുത്തു. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ട്. അതൊക്കെയാണ്. ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് യാത്ര തുടങ്ങിയതിന് ശേഷം. ശരിക്കും പറഞ്ഞാൽ പല ദിവസവും ഫുഡ് ഞാൻ കുത്തി കയറ്റിയാണ് കഴിക്കുന്നത്, അല്ലാതെ കഴിക്കണല്ലോ. അതും ഒരു 1 ടൈം ഒക്കെ കഴിക്കണുള്ളൂ. വളരെ കുറച്ചിട്ടുണ്ട് ഫുഡിൻ്റെ അളവ്. അങ്ങനെ ഞങ്ങൾ പമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഈ കാണുന്ന പമ്പിലാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. ഡേ 11. അങ്ങനെ ഇവിടെ എൻ്റെ വേണ്. നാളെ വെളുപ്പിന് 3 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഇരിട്ടിയിൽ നിന്ന് വയനാട് മാനന്തവാടിയിലേക്കുള്ള യാത്ര തുടങ്ങും. വെളുപ്പിന് 3 മണിക്ക്.